പോകുന്നവനും വരുന്നവനും എല്ലാം നമ്മുടെ നെഞ്ചത്തോട്ട് കയറിയാണ് ഊക്കിപ്പൊളിച്ചിട്ട് പോകുന്നത്. ഇപ്പം ഇന്നലത്തെ മത്സരത്തിന് ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മധ്യനിര താരമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനായ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ക്യാപ്റ്റനായിരുന്ന ആ ചെറിയ പ്രായത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം ഒക്കെ നേടിയിട്ട് പിന്നീട് വമ്പൻ പ്രതിഫലം അല്ലെങ്കിൽ വമ്പൻ ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് മുംബൈ സിറ്റിയിലേക്ക് പോയി. പിന്നീട് അവിടുന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിലേക്ക് വന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മധ്യനിര താരങ്ങളിൽ ഒരാളായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ലാലം മാവിയാർ ആൾട്ടെ എന്ന അപ്പുയ്യ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരാജയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെയാണ്. കേരള സാർ ബെസ്റ്റ് ചിപ്സ് സാർ, വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഇൻ അവർ കൺട്രി സാർ. ഓക്കാണ് മറ്റേ ബിയർ ബൈസപ്സിൻ്റെ ചാനലിൽ കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് നോക്കിയതിന് പിന്നാലെ മലയാളികളെല്ലാം കൂടെ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചതെന്ന് അറിയത്തില്ല. അയാളുടെ ചാനൽ പൂട്ടിയതിൻ്റെ പിന്നിൽ നമ്മളെ ഇങ്ങനെ കേരള സാർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് കളിയാക്കിയതാണ് എന്ന് ചിലർ അവകാശപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരിലൊന്നുമില്ല ചാനൽ നേരെ നടപടിക്രമങ്ങളൊക്കെ വന്നത്. അതിനകത്ത് യൂസ് ചെയ്തിരുന്ന അഡൾട്ട് ജോക്ക് ഒക്കെ കാരണമാണ് പ്രശ്നങ്ങളുണ്ടായത്. ഏതായാലും നമ്മളും കൂടെ കാണിച്ചു വെക്കുന്നതിൻ്റെ ഫലമായിട്ടായിരിക്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഊക്കുകൾ കിട്ടുന്നത്. ഏതായാലും അപ്പുയ്യ ഇന്നലെ രാത്രി ഇട്ട സ്റ്റോറി ഇങ്ങനെയാണ്: കേരള സാർ ബെസ്റ്റ് ചീറ്റ് സാർ, വൺ ഓഫ് ദ ബെസ്റ്റ് ഫുഡ് ഇൻ അവർ കൺട്രി സാർ. നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ചവരാണ്, ഏറ്റവും മികച്ച ആരാധകരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? നമ്മളുടെ ടീം ഒട്ടും അംബീഷ്യസ് അല്ല. സോ നമുക്ക് കാര്യമായിട്ടൊന്നും നേടാനും പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള കളിയാക്കലുകളുടെ മുന്നിൽ തലകുനിച്ചിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ പവറും കൊണ്ട് ഊക്ക് വാങ്ങിച്ച് പൊളിയാനാണ് വിധി.